വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് വുമൻസ് റൈറ്റിങ്ങിലെ പെർഫോമേറ്റീവ് ആക്ട്സ് ആൻഡ് ജെൻഡർ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ജുഡിത്ത് ബട്ട്ലർ എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. 1988 ജുഡിത്ത് ബട്ട്ലറിൻ്റെ ഒരു എസ്സേയാണ് പെർഫോമാറ്റിക് ആക്ട്സ് ആൻഡ് ജെൻഡർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഈ ഒരു വർക്കിൽ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുള്ളത് ദ ഐഡിയ ദാറ്റ് ജെൻഡർ ഈസ് എ ഫിക്സഡ് ഐഡൻറ്റിറ്റി എന്ന കാര്യത്തിനെയാണ് അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നുള്ളത്, ആ ഒരു ഐഡിയയെ. പകരം അദ്ദേഹം വാദിക്കുന്നുള്ളത് ജെൻഡർ എന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. ഏതിലൂടെയുള്ള പെർഫോമൻസ്? സോഷ്യൽ പ്രാക്ടീസിലൂടെയും റിപ്പീറ്റേഷനിലൂടെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ജെൻഡർ എന്നാണ് അദ്ദേഹം വാദിക്കുന്നുള്ളത്. കീ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത് ജെൻഡർ ഈസ് നോട്ട് എ റോൾ. ജെൻഡർ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് ഇന്നർ സെൽഫിനെയാണ്. ബട്ട് റാദർ ഈസ് എ പെർഫോമൻസ് ദാറ്റ് ക്രിയേറ്റ്സ് ജെൻഡർ. ജെൻഡർ പറയുന്നത് ഈസ് എ കൾച്ചറൽ പ്ലേ, ദാറ്റ് ഈസ് ഇന്നോവേറ്റീവ് കൾച്ചറൽ പ്ലേ ആണ്. ബട്ട് ഓൾസോ ഹാസ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ് ഫോർ ഡീവിയൻസ്. ജെൻഡർ ഈസ് ലേൺഡ് ആൻഡ് പെർഫോമഡ് ലൈക്ക് എ പ്ലേ. ഒരു പ്ലേ പോലെയാണ് ലേൺഡും പെർഫോമഡ് ആയിട്ടുള്ളതാണ് ജെൻഡർ എന്നുള്ളത്. ആൻഡ് ഈസ് നോട്ട് ഡിറൈവ്ഡ് ഫ്രം സെക്സ് ഓർ ഫിസിക്കൽ ഫിസിയോളജി. ജെൻഡർ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സസ്റ്റെയിൻഡ് സോഷ്യൽ പെർഫോമൻസിലൂടെയാണ്. This essay considered a major contribution to feminism and social sciences. It has influenced political philosophy, ethics, and the fields of third wave feminism, queer theory, and literary theory. Butler is an American philosopher and gender theorist. She is also known for her books Gender Trouble, Feminism and the Subversion of Identity, and Bodies That Matter on the Discursive Limits of Sex. ബട്ട്ലറിൻ്റെ ഈ ഒരു പെർഫോമാറ്റിക് ജെൻഡർ എന്ന ഐഡിയ എന്നുള്ളത് ഫൗണ്ടേഷണൽ വർക്കാണ്, വിച്ച് ദേ വെൻറ്റ് ഓൺ ടു ഡെവലപ്പ് ആൻഡ് കോംപ്ലിക്കേറ്റ് ഇൻ ലാറ്റർ വർക്ക്. ദിസ് ആർട്ടിക്കിൾ ഡ്രോസ് ഫ്രം ഫിനിമോളജി, തിയേറ്റർ സ്റ്റഡീസ്, ആന്ത്രോപോളജി ആൻഡ് ലിംഗ്വിസ്റ്റിക് ടു ഷോ എങ്ങനെയാണ് ജെൻഡർ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് പെർഫോമേറ്റീവ് ഇൻ ബോത്ത് എ തിയേട്രിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സെൻസ്. തിയേട്രിക്കലും ഫിലോസഫിക്കൽ സെൻസിലൂടെ പെർഫോമേറ്റീവായിട്ട് എങ്ങനെയാണ് ജെൻഡർ എന്നാണ് ഇതിലൊക്കെ കൂടിയിട്ടും ഈ ഒരു ആർട്ടിക്കിൾസിലൊക്കെ കൂടിയിട്ടും ഡ്രോ ചെയ്യുന്നുള്ളത്. തിയേട്രിക്കലി ജെൻഡർ ഫങ്ഷൻസ് എന്നുള്ളത് ആസ് എ സ്ക്രിപ്റ്റ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് കൾച്ചർ പെർഫോം ആൻഡ് ത്രോ പെർഫോമിങ് ബ്രിങ് ടു ലൈഫ്. സ്ക്രിപ്റ്റ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ദ കൾച്ചർ പെർഫോം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു പെർഫോമിങ്ങിലൂടെ ബ്രിങ് ടു ലൈഫ് എന്നാണ് പറയുന്നുള്ളത് തിയേട്രിക്കലി ജെൻഡർ എന്നുള്ളത്. ഇനി ഫിലോസഫിക്കലി ജെൻഡർ ഈസ് ക്രിയേറ്റഡ് ത്രോ എ സീരീസ് ഓഫ് പെർഫോമേറ്റീവ് ആക്ട്സ്, എ ടൈപ്പ് ഓഫ് റിച്വലൈസർ ആക്ഷൻ ദാറ്റ് serves to create many elements of society. ഫിലോസഫിക്കലി പെർഫോമേറ്റീവ് ആക്ട്സിലൂടെയാണ് എന്ന സീരീസിലൂടെയാണ് ജെൻഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു പെർഫോമേറ്റീവ് ആക്ട് എന്നുള്ളത് ടൈപ്പ് ഓഫ് റിച്വലൈസർ ആക്ഷനാണ്. ആ ഒരു ആക്ഷൻ എന്നുള്ളത് സൊസൈറ്റിയിലെ മെനി എലമെൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നു എന്നാണ് പറയുന്നുള്ളത്. ആക്ട് എന്ന ടേമിലൂടെ ബട്ട്ലർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് വിച്ച് എൻകംബേഴ്സസ് ഫിനോമിന ആസ് വാരിഡ് ആസ് ആൻ ആക്ടർ performing a role and a performative speech act such as promising, where the act of speaking a promise brings the promise into existence. Another kind of act creates and reinforces a social reality. Gender identity എന്ന് പറയുന്നുള്ളത് one such created social reality. Gender identity പറയുന്നത് social reality ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. Many theorists have noted that ജെൻഡർ റോൾസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫിസിയോളജിക്കൽ സെക്സ് ക്യാരക്ടേഴ്സിലൂടെയല്ല, ആൻഡ് ദേ ഡിഫർ അക്രോസ് ഇൻഡിവിജ്വൽസ്, കൾച്ചേഴ്സ് ആൻഡ് പീരിയഡ്സ്. മെനി പീപ്പിൾ സ്റ്റിൽ ഹാവ് എ സെൻസ് ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി. ബട്ട്ലർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ജെൻഡറിൻ്റെ മീനിങ്ങും ഫോർമേഷനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻ ഐഡൻറ്റിറ്റി ടെനസ്ലി കോൺസ്റ്റിറ്റ്യൂഡ് ത്രോ എ സ്റ്റൈലിസ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ആക്ട്. ബട്ട്ലർ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫേഴ്സ് എ തിയറി ഫോർ എങ്ങനെയാണ് ജെൻഡർ കംസ് ടു എക്സിസ്റ്റ് ആസ് എ കമ്പലിംഗ് സോഷ്യൽ കാറ്റഗറി. കമ്പലിംഗ് സോഷ്യൽ കാറ്റഗറിയിൽ എങ്ങനെയാണ് ജെൻഡർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് എന്ന തിയറിയെ ബട്ട്ലർ ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട്ലർ ഡിസ്കസ് ചെയ്യുന്നുള്ളത് ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഫെമിനിസ്റ്റ് ആൻഡ് phenomenological definitions of the body.
ഓൾത്തോ ജെൻഡർ ഈസ് നോട്ട് വോളി ഡിപ്പെൻഡൻ്റ് ഓൺ ഫിസിയോളജിക്കൽ സെക്സ് ക്യാരക്ടേഴ്സിനോട് വോളി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എംബഡിമെൻറ്റ്. ഈ ഒരു ജെൻഡറിൻ്റെ എംബഡിമെൻറ്റ് നാച്ചർ എന്നുള്ളത് പാർട്ട് ഓഫ് വാട്ട് മേക്സ് ഇറ്റ് സച്ച് എ പവർഫുൾ കൺസ്ട്രക്റ്റ്. ബോത്ത് ഫെമിനിസ്റ്റ് ആൻഡ് ഫിനോമിനോളജിക്കൽ ഫിലോസഫേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്സ്, ഫിസിയോളജി ഓഫ് ദ ബോഡി, ജെൻഡറിനെയൊക്കെ ഡിഫറൻറ്റ് ചെയ്യുന്നുണ്ട്. ജെൻഡർ, ദ മീനിങ് ഓഫ് ദ ബോഡി ഇൻ ടേംസ് ഓഫ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിനിറ്റി. ഫ്രം ദ ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവ് ഹിസ്റ്ററിയും കൾച്ചറും ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളത് പോസിബിൾ മീനിങ്സ് ഓഫ് ദ ബോഡിയാണ്. വെൽ ദ ബോഡി ഇറ്റ് സെൽഫ് മെറ്റീരിയലൈസ് ദോസ് പോസിബിലിറ്റീസ്, ഡ്രാമറ്റൈസിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ദം. ബട്ട്ലേഴ്സ് ഫെമിനിസ്റ്റ് തിയറി എന്നുള്ളത് ഫിനോമിനോളജി ആയിട്ട് സിമിലർ ആണ്. ഈ ഒരു തിയറിയിൽ സീസ് തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ്റർ റിലേറ്റഡ് ആണ്. ദ കീ എക്സാമ്പിൾ എന്നുള്ളത് ഓഫ് കോഴ്സ് ദ ഒപ്രഷൻ ഓഫ് വുമൺ, വേർ പാട്രിയാർക്കൽ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് പാട്രിയാർക്കൽ പാറ്റേൺസ് ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്, സച്ച് ആസ് ദ ഐഡിയ ദാറ്റ് വുമൺ ആർ ഇൻഫീരിയർ ഇൻ്റലക്ച്വലി. And these patriarchal thoughts help to replicate patriarchal political structures by discouraging women from accessing education and taking positions of authority. ബട്ട്ലർ പറയുന്നത് ഫെമിനിസ്റ്റ് ഓർഗനൈസേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് സോൾജറിറ്റി ആർഗ്യൂ ഫ്രം ദ പൊസിഷൻ ദാറ്റ് ദ എസെൻഷ്യൽ നാച്ചർ ഓഫ് വുമൺഹുഡ് ഇൻവോൾവ്സ് ബീയിങ് ഒപ്രസ്ഡ്. ദ ഡെഫിനിഷൻ മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ടു റീച്ച് ട്രൂ ക്വാളിറ്റി. ബൈനറി ജെൻഡേഴ്സ് ആൻഡ് ദ ഹെട്രോസെക്ഷൽ കോൺട്രാക്റ്റിൽ ബട്ട്ലർ ഡ്രോ ചെയ്യുന്നുള്ളത് ഐഡിയാസ് ഫ്രം ദ ഫീൽഡ് ഓഫ് ആന്ത്രോപോളജിയിൽ നിന്നാണ്. ഇവിടെ തിയറിസ്റ്റ് ആയിട്ടുള്ള ഗെയ്ലെ റോബിൻ പറയുന്നുള്ളത്, വാദിക്കുന്നുള്ളത് സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നുള്ളത് ഒരുപാട് സൊസൈറ്റിയിൽ വുമൺ എന്ന് പറയുന്നുള്ളത് മെന്നിൻ്റെ ഇടയിലുള്ള ഒരു ട്രേഡിങ് കൊമോഡിറ്റി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നുള്ളത് എന്നാണ് ഈ ഒരു കിൻഷിപ്പ് സ്ട്രക്ചറിൽ അദ്ദേഹം വാദിക്കുന്നുള്ളത്. ടു മെയിൻറ്റെയിൻ ദിസ് കാറ്റഗറൈസേഷൻ കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ടാബൂസ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ഫോർ അൾട്ടർനേറ്റീവ് സെക്ഷുവാലിറ്റീസ് ആൻഡ് ജെൻഡർ പ്രസൻറ്റേഷൻ വിച്ച് മോട്ടിവേറ്റ് ആൻഡ് ആർ മോട്ടിവേറ്റഡ് ബൈ എ കൾച്ചറൽ അസെപ്ഷൻ ദാറ്റ് ഹെട്രോസെക്ഷുവാലിറ്റി ആൻഡ് സ്പെസിഫിക് ജെൻഡർ റോൾസ് ആർ നാച്ചുറൽ. ഹെട്രോസെക്ഷുവാലിറ്റിയും അതുപോലെ തന്നെ സ്പെസിഫിക് ജെൻഡർ റോൾസ് എല്ലാം നാച്ചുറൽ എന്നാണ് പറയുന്നത്. ഇത് നാച്ചുറലായത് കാരണമായിട്ട് തന്നെ ആർഗ്യുമെൻറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പ്രാക്ടീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡേർഡ് ഓപ്രഷനെ ഫോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The formalization of gendered oppression means that although in theory people പറയുന്നുള്ളത് might be able to freely perform their preferred gender act പെർഫോം ചെയ്യുന്നുള്ളതിൽ people might be able എന്നാണ് പറയുന്നുള്ളത്. There are strong reasons why they cannot. ഒരു റീസൺ എന്നുള്ളത് കൾച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളത് വാട്ട് ജെൻഡർ പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ഇഫ് നോട്ട് ഇമ്പോസിബിൾ ടു ഇമാജിൻ alternatives. മറ്റൊരു റീസൺ എന്നുള്ളത് കൾച്ചേഴ്സ് റെഗുലേറ്റ് ജെൻഡർ ആക്ട്. സോഷ്യൽ സ്റ്റിഗ്മ, ജെൻഡേർഡ് വയലൻസ് എല്ലാം സൊസൈറ്റിക്ക് ഒരു ടൂൾസാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ജെൻഡർ സ്ട്രക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യാനുള്ള സൊസൈറ്റീൻ്റെ ടൂൾസാണ് സോഷ്യൽ സ്റ്റിഗ്മയും ജെൻഡേർഡ് വയലൻസും. സെക്ഷൻ 3 ഫെമിനിസ്റ്റ് തിയറി ബിയോണ്ട് ആൻ എക്സ്പ്രസീവ് മോഡൽ ഓഫ് ജെൻഡർ. ബട്ട്ലർ അനോൾജസ് ദാറ്റ് ദ തിയറി ഓഫ് ജെൻഡർ ആക്ട് എന്നുള്ളത് ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പ്രോഗ്രാം. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് സം ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് മേ കൺസിഡർ ഇറ്റ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. ബട്ട്ലർ കൺഫ്യൂംസ് ദാറ്റ് ഇറ്റ് ഈസ് ഓഡ്സ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി. ഈ ഒരു ഫെമിനിസ്റ്റ് തിയറി ട്രീറ്റ് ചെയ്യുന്നുള്ളത് ഫീമെയിൽനെസ് ആണ്. ഫീമെയിൽനെസ് പറയുന്നുള്ളത് എസെൻഷ്യൽ കാറ്റഗറിയാണ്, ഇല്ലെങ്കിൽ സിംഗുലർ പേഴ്സ്പെക്റ്റീവാണ്. എന്നിരുന്നാലും തിയറി ഓഫ് ജെൻഡർ പറയുന്നുള്ളത് ടാക്ടിക് ഫോർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, പ്രതിരോധത്തിനുള്ള തന്ത്രമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ജെൻഡർ പറയുന്നുള്ളത് പാസീവ് ബോഡീസ് ആയിട്ടല്ല റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ബോഡീസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പെർഫോം ജെൻഡർ ടു മേക്ക് ഇറ്റ് റിയൽ. അതുപോലെ തന്നെ ബിക്കോസ് ഓഫ് ദ നീഡ് ടു കണ്ടിന്യൂലി പെർഫോം ജെൻഡർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മേക്ക് ഇറ്റ് റിയൽ ചെയ്യാൻ വേണ്ടിയിട്ടും ജെൻഡർ പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ സെറ്റ് ഓഫ് കൾച്ചറൽ പോസിബിലിറ്റീസ് ചേഞ്ച് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻഡർ പെർഫോമൻസസ് സബ്വസീവ് ആവുകയും കണ്ടിന്യൂലി പെർഫോം ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. Gender performativity is the
theory that gender is a social construct, not a natural fact. It was introduced by Judith Butler in her book Gender Trouble. Gender is a performance, not an identity. Gender is created through റിപ്പീറ്റഡ് ആക്ഷൻസിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ബിഹേവിയേഴ്സിലൂടെയും ഡിസ്കോഴ്സിലൂടെയും. ജെൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല. അതുപോലെ തന്നെ ക്യാൻ ചേഞ്ച് ഓവർ ടൈം, ഏത് ടൈമിലും ചേഞ്ച് ആവുന്നതാണ്. ജെൻഡർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെയാണ് ഈ ഒരു ജെൻഡർ പറയുന്നുള്ളത് സ്വാധീനപ്പെട്ടിട്ടുള്ളത്. ദ ഐഡിയ ദാറ്റ് വുമൺ ആൻഡ് മാൻ ആർ പെർഫോംഡ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ഇൻ എവറിഡേ ലൈഫിൽ വുമണും മാനും എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുകയും റീഇൻഫോഴ്സർ ചെയ്യുകയും ചെയ്യുന്ന ഐഡിയ എന്നുള്ളതാണ് ഇതിനൊരു എക്സാമ്പിൾ. ദ പ്രാക്ടീസ് ഓഫ് പെർഫോമിംഗ് സർജറി ഓൺ ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻ ബോൺ വിത്ത് ഇൻഡിറ്റർമിനേറ്റ് ഓർ കോമ്പിൻഡ് സെക്ഷൽ അനാട്ടോമി. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബട്ട്ലേഴ്സ് വർക്ക് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ജെൻഡർ തിയറി, കൾച്ചറൽ തിയറി, ക്യൂർ തിയറി ആൻഡ് സം സ്കൂൾസ് ഓഫ് ഫിലോസഫിക്കൽ ഫെമിനിസം. ഇറ്റ് ഹാസ് ഓൾസോ ചേഞ്ച്ഡ് ട്രഡീഷണൽ തിയറീസ്. ട്രഡീഷണൽ തിയറീസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ ചലഞ്ചഡ് ട്രഡീഷണൽ തിയറീസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കഡ് എ മൈൽ സ്റ്റോൺ ഇൻ തേർഡ് വേവ് ഫെമിനിസത്തിൽ മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഈ ഒരു ബട്ട്ലറിൻ്റെ ഇൻഫ്ലുവൻസ് ജെൻഡർ തിയറിയൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വുമൺസ് റൈറ്റിങ്ങിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ 2ാമത്തെ വർക്കാണിത്.